പ്യാരെ ബച്ചോ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ സബക്ക് പാഠം നോക്കാം. സബക് ദോ പാഠം 2. നൗരി ആംഗൻ മേ ഹേ. നൗരി ആംഗൻ മേ ഹേ. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം. നൗരി മുറ്റത്താകുന്നു. വോ ബില്ലി കെ സാത്ത് കേൽത്തി ഹേ. വോ അവൾ. നൗരി ബില്ലി കെ സാത്ത് പൂച്ചയോട്. സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, പൂച്ചൻ്റെ കൂടെ. കേൽത്തി ഹേ കളിക്കുന്നു. അമ്മി ഉസ്കെ പാസ് ആയി. അമ്മി ഉമ്മ. ഉസ്കെ പാസ്. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. ഉമ്മ അവളുടെ അടുത്തേക്ക് ആയി വന്നു. ദേക്കോ ബേട്ടി. ദേക്കോ ബേട്ടി. ബേട്ടി എന്ന് പറഞ്ഞാൽ മോളെ. ദേക്കോ നോക്കൂ, മോളെ നോക്കൂ. വോ കോൻ ആ രഹേ ഹേ. അത് ആരാണ് വരുന്നത്. കോൻ എന്ന് പറഞ്ഞാൽ ആര്. ആ രഹേ ഹേ വരുന്നത്. ആരാണ് വരുന്നത് എന്നർത്ഥം. ഇനിയാണ് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത്. നോക്കാം. ആപ്പ് കൈസേ ഹൈ. ആപ്പ് കൈസേ ഹൈ. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ. കൈസെ എങ്ങനെ. ഹൈ ആണ്. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ആപ്പ് കൈസെ ഹേ താങ്കൾ എങ്ങനെയാണ് എന്നതിൻ്റെ അർത്ഥം താങ്കൾക്ക് സുഖമാണോ എന്നർത്ഥം. ചാച്ചാക്കോ ദേഖ് കർ നൗരി ബഹുത് ഖുഷ് ഹുയി. ചാച്ചാക്കോ ചാച്ചയെ. ചാച്ച എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ. ഉപ്പയുടെ സഹോദരനെ ദേഖ് കർ കണ്ടിട്ട്, നൗരി ബഹുത്ത് ധാരാളം, വലിയ, ഖുഷ് ഹുയി സന്തോഷമുണ്ടായി. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹുയി ഉണ്ടായി. ഉപ്പയുടെ സഹോദരനെ കണ്ടിട്ട് നൗരിക്ക് വലിയ സന്തോഷമുണ്ടായി. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹായ് ഹലോ എന്നൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കാറ്. എന്നതുപോലെ ഉറുദുവിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആദാബ്. നൗരി തൻ്റെ ചാച്ചയെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ആദാബ് ചാച്ച. ആപ് കൈസേ ഹൈ. നിങ്ങൾക്ക് സുഖമാണോ, താങ്കൾക്ക് സുഖമാണോ എന്ന് നൗരി തൻ്റെ ചാച്ചയോട് ചോദിക്കുന്നു. ചാച്ച മറുപടി പറയുന്നു, ആദാബ് ബേട്ടി. അതേ മോളെ. ബേട്ടി എന്ന് പറഞ്ഞാൽ മോളെ എന്നർത്ഥം. മേ ടീക്ക് ഹു. മേ ഞാൻ. ടീക്ക് സുഖം. ഹു ആകുന്നു എനിക്ക് സുഖമാണ് എന്ന്. ഇനി ചാച്ച നൗരി മോളോട് ചോദിക്കുന്നു, ആപ് കൈസി ഹേ. നിങ്ങൾക്ക് സുഖമാണോ എന്ന്. നൗരി മറുപടി പറയുന്നു, മേ ബി ടീക്ക് ഹു. എനിക്കും സുഖമാകുന്നു. അടുത്തത് യേ ലീജിയേ ബേട്ടി. ചാച്ച മോൾക്ക് എന്തോന്ന് കൊടുക്കുന്നു. ലീജിയെ എന്ന് പറഞ്ഞാൽ വാങ്ങുക, എടുത്തോളൂ എന്നൊക്കെ അർത്ഥം. യേ ലീജിയെ ഇത് വാങ്ങിക്കോളൂ മോളെ. അപ്പോൾ നൗരി ചാച്ചയോട് ചോദിക്കുന്നു, യേ ക്യാ ഹേ ചാച്ച. ഇത് എന്താകുന്നു ചാച്ച. ക്യാ എന്ത്. യേ ക്യാ ഹേ ഇത് എന്താകുന്നു ചാച്ച എന്ന് നൗരി മോള് ചാച്ചയോട് ചോദിക്കുന്നു. അപ്പോൾ ചാച്ച മറുപടി പറയുന്നു, മിഠായി ഹേ ബേട്ടി. മിഠായി എന്ന് പറഞ്ഞാൽ മിഠായി. മോളെ ഇത് മിഠായി ആകുന്നു. നൗരി മോൾ വളരെ സന്തോഷത്തോടെ, മിഠായി. ശുക്രിയ ചാച്ച. ഇത് മിഠായി ആണോ. ശുക്രിയ, നന്ദി, താങ്ക്സ് എന്ന് ചാച്ചയോട് പറയുന്നു. കുട്ടികളെ, ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ബച്ചോ നൗരി ഓർ ചാച്ച കെ ഗുഫ്തഗു റോൾ പ്ലേ കീജിയെ. സവാലോം കാ ജവാബ് ലിഖിയെ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഒന്നാമത്തെ ചോദ്യം, നൗരി കഹാ ഹേ. കഹാ എന്ന് പറഞ്ഞാൽ എവിടെ. നൗരി എവിടെയാകുന്നു. നമുക്കറിയാം, ചിത്രത്തിൽ നൗരി മുറ്റത്താണ് ഉണ്ടായിരുന്നത്. മുറ്റം എന്നുള്ളതിന് ആംഗൻ എന്നാണ് പറയാറ്. അപ്പോൾ നൗരി ഡാഷ് മേ ഹേ. ഡാഷ് എന്നുള്ളിടത്ത് ആംഗൻ എന്നെഴുതി കൊടുക്കണം. നൗരി മുറ്റത്തിൽ ആകുന്നു. അടുത്തത്, നൗരി കെ ഗർമേ കോൻ ആയേ. നൗരിയുടെ ഗർ എന്ന് പറഞ്ഞാൽ വീട്. കോൻ ആര്. നൗരിയുടെ വീട്ടിൽ ആര് വന്നു. നൗരി കെ ഗർ മേ ഡാഷ് ആയേ.
നൗരിയുടെ വീട്ടിൽ ഡാഷ് വന്നു. ഡാഷ് എന്നുള്ളിടത്ത് നൗരിയുടെ വീട്ടിൽ ആരാണോ വന്നത് അവരെ എഴുതി കൊടുക്കണം. ആരാ വന്നത്? നൗരിയുടെ ചാച്ച വന്നു, ഉപ്പയുടെ സഹോദരൻ. നൗരി കെ ഘർ മേ ചാച്ച ആയേ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ചാച്ച നൗരി കെ ലിയെ ക്യാ ലായേ. ചാച്ച നൗരിക്ക് വേണ്ടിയിട്ട്, കെ ലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി, ക്യാ എന്ത്, ലായെ കൊണ്ടുവന്നു. നൗരിക്ക് വേണ്ടി ചാച്ച എന്ത് കൊണ്ടുവന്നു? ചാച്ച നൗരി കെ ലിയെ നൗരിക്ക് വേണ്ടിയിട്ട് ഡാഷ് ലായെ. ഡാഷ് എന്നുള്ളിടത്ത് മിഠായി, ചാച്ച നൗരിക്ക് മിഠായി കൊണ്ടുവന്നു എന്നാണ് അവിടെ വരേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. ബച്ചോ നൗരി അപ്നെ ബാരെ മേ കുച്ച് കഹ രഹി ഹേ, പഠിയേ. നൗരിയെ കുറിച്ച് കുറച്ച് പറയുന്നു, അതൊന്ന് വായിക്കൂ. മേരാ നാം നൗരി ഹേ. മേര എൻ്റെ, നാം പേര്, എൻ്റെ പേര് നൗരി ആകുന്നു. അടുത്തത് ജോസഫ് മേര ദോസ്ത് ഹേ. ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. ജോസഫ് മേര എൻ്റെ ഫ്രണ്ട്സ് ആകുന്നു. മേ പാഞ്ച്വീം ജമാഅത്ത് മേ പഠത്തി ഹൂ. മേം ഞാൻ, പാഞ്ച്വീം 5ാം ക്ലാസ്സിൽ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ്, പാഞ്ച്വീം ജമാഅത്ത് 5ാം ക്ലാസ്സിൽ, പഠത്തി ഹൂ. പഠത്തി എന്ന് പറഞ്ഞാൽ പഠിക്കുക, പഠിക്കുന്നു എന്നർത്ഥം. അടുത്തത് മേരെ ഘർ മേ അമ്മി അബ്ബ ദാദ ഔർ ദാദി ഹേ. മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, അബ്ബയുണ്ട്, ദാദയും ദാദിയും ഉണ്ട്. കുട്ടികളെ, ഇനി നമ്മൾ താഴെ കൊടുത്ത ചോദ്യങ്ങൾ നോക്കി ചോദ്യങ്ങളുടെ സഹായത്തോടെ അവിടെ ഡാഷ് ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കണം. ആപ്ക നാം ക്യാ ഹേ. ആപ്ക എന്ന് പറഞ്ഞാൽ താങ്കളുടെ, നാം ക്യാ ഹേ നിങ്ങളുടെ പേരെന്താകുന്നു. അപ്പോൾ മേരാ നാം ഡാഷ് ഹേ. മേരാ നാം എൻ്റെ പേര്, ഡാഷ് എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. അടുത്ത ചോദ്യം ആപ്ക ഘർ കഹാ ഹേ. ആപ്ക നിങ്ങളുടെ, ഘർ വീട് എവിടെയാകുന്നു. കഹ എന്ന് പറഞ്ഞാൽ എവിടെ. മേരാ ഘർ ഡാഷ് മേ ഹേ. എൻ്റെ വീട് ഡാഷ് എന്നുള്ളിടത്ത് നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം എഴുതി കൊടുക്കുക. ആപ് കിസ് ക്ലാസ് മേ പഠത്തി ഹേ. ഏത് ക്ലാസ്സിൽ, കിസ് ക്ലാസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മേ പാഞ്ച്വീം ജമാഅത്ത് മേ ഡാഷ് ഹൂ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠത്തി ഹൂ പഠിക്കുന്നു. ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ. കോൻ കോൻ എന്ന് പറഞ്ഞാൽ ആരെല്ലാം. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്, ആരൊക്കെ ഉണ്ട്. ദാദ, അമ്മി, അബ്ബ, ഇതൊക്കെ താഴെ എഴുതി കൊടുക്കുക. ഇനി അവിടെ കൊടുത്ത പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യത്തിന് ആൻസർ എഴുതണം. പാരഗ്രാഫ് നോക്കൂ. എ നൗരി ക ഘർ ഹേ. ഇത് നൗരിയുടെ വീടാകുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താ? എ കിസ് ക ഘർ ഹേ. ഇത് ആരുടെ വീടാണ്? അതിൻ്റെ ആൻസറാണ് എ നൗരി ക ഘർ ഹേ. അടുത്തത് നൗരി ആംഗൻ മേ ഹേ. നൗരി മുറ്റത്തിൽ ആകുന്നു. നൗരി കെ പാസ് ബില്ലി ഹേ. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. നൗരിയുടെ അടുത്ത് ബില്ലി പൂച്ചയുണ്ട്. നൗരി കെ ഹാത്ത് മേ മിഠായി ഹേ. നൗരിയുടെ കയ്യിൽ, ഹാത്ത് മേ കയ്യിൽ മിഠായി ഉണ്ട്. തസ്വീർ ദേഖ് കർ സവാലോം കെ ജവാബ് ലിഖിയെ. ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ. അടുത്ത ചോദ്യം നൗരി കെ പാസ് കോൻ ഹേ. നൗരിയുടെ അടുത്ത് ആരാണ്? നൗരിയുടെ അടുത്ത് ബില്ലി ഹേ. നൗരി കെ ഹാത്ത് മേ ക്യാ ഹേ. നൗരിയുടെ കയ്യിൽ എന്താണ്? നൗരി കെ ഹാത്ത് മേ മിഠായി ഹേ. മിഠായി ആകുന്നു.